ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ അറസ്റ്റിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ച് പ്രത്യേക അന്വേഷണ സംഘം. പ്രശാന്ത് അടക്കം 3 പേരുടെ അറസ്റ്റായിരിക്കും ഇന്ന് രേഖപ്പെടുത്തുക. അന്വേഷണ സംഘം തിങ്കളാഴ്ച കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ശാലിനിയും പ്രശാന്ത് ശങ്കരമംഗലത്തും ചേരുകയാണ്. ആദ്യം ശാലിനിയിലേക്ക്. ശാലിനി, എപ്പോഴാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രശാന്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക? പ്രശാന്തിനൊപ്പം 3 പേരെ കൂടി അറസ്റ്റ് ചെയ്യുമെന്നാണല്ലോ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഗൗതം, ഔദ്യോഗികമായി നമുക്ക് ഈ സമയങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടില്ല എങ്കിൽ പോലും ഇന്നോ നാളെയോ ഈ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള സാധ്യതാ സൂചനകളാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. PS പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് മാത്രമല്ല, കൂടെ 3 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യും എന്നുള്ള സൂചനകൾ മാത്രമാണ് നമുക്കിപ്പോൾ SIT സംഘത്തിൽ നിന്ന് ലഭ്യമാകുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള SP ശശിധരൻ അടക്കമുള്ളവർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയിരുന്നു. ഈ ആസ്ഥാനത്തെത്തി ഈ PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സ്വർണ്ണ കവർച്ച നടന്നതിന്റെയും അതുമായി ബന്ധപ്പെട്ട സ്വർണം അവിടെ നിന്ന് കൊണ്ടുപോയതിന്റെയും ഒക്കെ രേഖകൾ പരിശോധിച്ചിരുന്നു. ഹൈക്കോടതിയിൽ നടക്കം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം രൂക്ഷ വിമർശനം ഈ കേസ് ഇങ്ങനെ നീണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. 8 മാസമായി SIT സംഘം ഈ കേസന്വേഷണം ഏറ്റെടുത്തിട്ട്, പക്ഷേ ഇപ്പോഴും ഈ അന്വേഷണം നീളുന്നു. അന്തിമ റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ എത്തിയിട്ടില്ല. ഈ ഘട്ടത്തിലാണ് ഈ അന്തിമ റിപ്പോർട്ട് ഈ മാസം 23-ന് മുൻപ് തന്നെ നൽകണമെന്നൊരു കർശന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നടപടികൾ ഇപ്പോൾ വേഗത്തിലാക്കാൻ SIT സംഘം ഒരുങ്ങുന്നത്. അന്തിമ റിപ്പോർട്ട് ഉടനടി നൽകാനുള്ള സാഹചര്യങ്ങളാണ് SIT ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പ്രതിപട്ടികയിലുള്ള PS പ്രശാന്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് കൂടി SIT കടക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള തിരിച്ചടി CPM-ന് ഉണ്ടാക്കിയ ഒരു കേസ് കൂടിയാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസ്. 2019-ലും 2025-ലും ശബരിമലയിൽ നിന്ന് കട്ടിളപ്പാളിയും പിന്നീട് ദ്വാരപാലക ശില്പത്തിലെയും സ്വർണം കൊണ്ടുപോയതിൽ കൃത്യമായി ഗൂഢാലോചന നടത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ PS പ്രശാന്തിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെറ്റ് ചെയ്തത് മാത്രമല്ല, അതിൽ ഗൂഢാലോചന നടത്തി. ഗൂഢാലോചന മാത്രമല്ല, ആദ്യം ചെയ്ത തെറ്റ് മറയ്ക്കാനായി വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചു എന്നുള്ളതാണ് കോടതി അടക്കം PS പ്രശാന്തിന്റെ കാര്യത്തിൽ കണ്ടെത്തിയിരിക്കുന്ന നിരീക്ഷണം. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിക്കാൻ SIT സംഘം ഒരുങ്ങുന്നത്. എന്തായാലും ഉടനടി നിർണായകമായ നടപടികൾ കോടതിയുടെ മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ SIT സ്വീകരിക്കുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ആദ്യഘട്ടങ്ങൾ മുതൽ തന്നെ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ന്യായീകരണം നടത്തിയ PS പ്രശാന്ത് ഈ അവസാന നിമിഷത്തിലേക്ക് പ്രതിരോധത്തിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിപട്ടികയിൽ ജൂൺ 29-ാം തീയതി നൽകിയ റിപ്പോർട്ടിൽ, കോടതിക്ക് മുൻപാകെ നൽകിയിട്ടുള്ള SIT റിപ്പോർട്ടിൽ പ്രതിപട്ടികയിലേക്ക് PS പ്രശാന്ത് വന്നതോടുകൂടി ആ ന്യായീകരണം പാളിയ സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ ക്യാപ്സ്യൂളുകൾ ഇറക്കിയ CPM-ന്റെ മുതിർന്ന നേതാക്കന്മാർ മൗനം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാമത് ഒരു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കൂടി പ്രതിപട്ടികയിലേക്കും അറസ്റ്റിലേക്കും ഒക്കെ വരുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക് കൂടി പോകുകയാണ്. പ്രശാന്ത്, ശബരിമല സ്വർണ്ണ കവർച്ച കേസിന്റെ അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് പോകുന്ന വേളയിലാണല്ലോ ഇപ്പോൾ ഈ സ്വർണ്ണ കവർച്ച നടന്നു എന്ന സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വരുന്ന സമയത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കൂടി അറസ്റ്റിലേക്ക് പോകുന്നത്. അങ്ങനെയെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവരിലേക്ക് കൂടി SITക്ക് പോകേണ്ട ഒരു സാഹചര്യം അധികം വൈകാതെ ഉണ്ടാകും എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ഗൗതം, ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടക്കകാലങ്ങളിലെല്ലാം ഈ കേസിൽ SITയുടെ അന്വേഷണം നടക്കുമ്പോഴെല്ലാം പല സമയങ്ങളിൽ നമ്മൾ ഈ PS പ്രശാന്തിൻ്റെ പ്രതികരണം തേടിയിരുന്നു. ആ പ്രതികരണം തേടുന്ന സമയങ്ങളിലെല്ലാം PS പ്രശാന്ത് പ്രതികരിച്ചത് തനിക്ക് ഈ കേസുമായി ബന്ധമില്ല, ഈ ഭരണസമിതിക്ക് ഈ കേസുമായി ബന്ധമില്ല, എല്ലാം സുതാര്യമാണ് എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇത് പലതവണ നമ്മൾ ഈ കേസിൻ്റെ പല ഘട്ടങ്ങളിൽ, അതായത് പത്മകുമാറിൻ്റെ അറസ്റ്റും അതോടൊപ്പം തന്നെ മറ്റ് CPM-ന്റെ ഉന്നത നേതാക്കളുടെ എല്ലാം അറസ്റ്റ് നടക്കുന്ന സമയങ്ങളിലെല്ലാം PS പ്രശാന്തിൻ്റെ പ്രതികരണം തേടിയിരുന്നു. ആ സമയങ്ങളിലെല്ലാം ഇത്തരത്തിൽ സ്വയം പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യമാണ്, സ്വയം പ്രതിരോധിക്കുന്ന ഒരു പ്രസിഡന്റിനാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോഴെല്ലാം പറഞ്ഞത് ഒരേ വാചകങ്ങൾ തന്നെയാണ്. എന്നാൽ അപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ 2025-ൽ എന്തിന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി, അതിന് കേടുപാടുകൾ സംഭവിച്ചോ എന്നത് അടക്കമുള്ള ഒട്ടനവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ അവിടേക്ക് കൊണ്ടുപോയതും ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുക്കുന്നത്. അങ്ങനെ ഒട്ടേറെ വീഴ്ചകൾ ഈ ഭരണസമിതിയുടെ കാലത്തുണ്ടായിരുന്നു. ഈ കേസുകളിലെല്ലാം ഈ കാര്യങ്ങളിലെല്ലാം ചോദിക്കുമ്പോഴും സ്ഥിരം പല്ലവി തന്നെയായിരുന്നു പ്രശാന്തിനുണ്ടായിരുന്നത്. എന്നാൽ തുടർന്നാണ് ഇങ്ങോട്ട് ആ അന്വേഷണങ്ങൾ ഓരോ ഘട്ടങ്ങളും കടന്ന് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ്
2025 ഭരണസമിതിക്കും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. സ്വർണ്ണ കവർച്ചയ്ക്ക് ശ്രമം നടത്തിയിരിക്കുന്നു എന്നതടക്കമുള്ള തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ക്രൈംബ്രാഞ്ച് കൂടുതൽ അന്വേഷണം നടക്കുകയും അതിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിലെ അന്നത്തെ പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തിനെ ചോദ്യം ചെയ്യണമെന്ന നിലയിലേക്ക് എത്തുന്നത്. അതിലാണ് ഇപ്പോൾ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാൻ ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ, നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളെല്ലാം അത് തന്നെയാണ്. കാരണം കൂടുതൽ വിവരങ്ങൾ അത് അറിയണമെങ്കിൽ അത് PS പ്രശാന്തിൽ നിന്ന് തന്നെ വേണം അറിയേണ്ടിയിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ, ഈ സ്വർണം ചെന്നൈയിലേക്ക് കടത്താൻ ഉപയോഗിച്ച നീക്കം, അതോടൊപ്പം തന്നെ ആരൊക്കെ ഇതിന് പിന്നിലുണ്ട്, ഉന്നത നേതൃത്വമുണ്ടോ? നേരത്തെ പത്മകുമാർ പറഞ്ഞതുപോലെ ദൈവതുല്യരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും മറവിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം ചെയ്തതിൻ്റെ തുടർക്കഥയായിട്ട് രണ്ടാമതും, അതായത് തുടക്കത്തിൽ 2018 ഒരു സ്വർണ്ണ കവർച്ച നടത്തി അത് പിടിക്കപ്പെട്ടില്ല എന്നതുകൊണ്ടാണ് 2025 PS പ്രശാന്ത് ഭരണസമിതിയിലേക്ക് വരുമ്പോൾ, PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഭരണസമിതിയിലേക്ക് വരുമ്പോൾ അത് ആ ഒരു ധൈര്യത്തിലായിരുന്നു 2025 ഈ സ്വർണ്ണ കവർച്ച നടത്താൻ ശ്രമിച്ചത്. അവിടെയാണ് PS പ്രശാന്തിന് പാളുകയും അത് പിന്നീട് കേസായി വരികയും ചെയ്തത്. എന്തായാലും ഇതിലൊക്കെ ഉത്തരം പറയേണ്ടത് ഇനി PS പ്രശാന്താണ്. PS പ്രശാന്തിനെ അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രശാന്തിനെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് നമുക്ക് ലഭ്യമാക്കുന്ന വിവരം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെയും 3 പേരെയും അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ SIT ആരംഭിച്ചു എന്നതാണ്. അങ്ങനെയെങ്കിൽ ശബരിമല സ്വർണ്ണ കവർച്ച കേസ് മറ്റൊരു തലത്തിലേക്ക് അതിന്റെ അന്വേഷണം നീങ്ങുന്നതിന് ഈ അറസ്റ്റ് വഴിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശാലിനിയും പ്രശാന്ത് ശങ്കരമംഗലത്തുമാണ് വിവരങ്ങൾ നൽകിയത്.